എല്ലാ കൂട്ടുകാർക്കും ഭവിൻ വ്ളോഗ്സിലേക്ക് സ്വാഗതം. എന്താ ഉണ്ടാക്കുന്നതെന്ന് അറിയോ? ഇന്നൊരു ചിക്കൻ ഫ്രൈഡ് റൈസാണ്. വളരെ പെട്ടെന്ന് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ചിക്കൻ ഫ്രൈഡ് റൈസാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ചിക്കൻ വെച്ച് നമുക്കിത് ചെയ്തെടുക്കാം. വളരെ ഈസി ആയിട്ടും ചെയ്തെടുക്കാം. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ വൈറ്റ് റൈസ് ആവശ്യമാണ്, പിന്നെ ചിക്കനും. അപ്പോൾ ഇതിന് വേണ്ടി ആദ്യം തന്നെ ചോറൊന്ന് റെഡിയാക്കി വെച്ചേക്ക് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് തന്നെ നമുക്ക് വേണ്ടിയത്ര ചിക്കൻ, ഞാനൊരു 150 ഗ്രാമാണ്. അതിൽ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, അപ്പോൾ ഇത്രയും കാര്യങ്ങളും കൂടെ ചേർത്തിട്ട് അതൊന്ന് മിക്സാക്കി ഉപ്പും കൂടെ ചേർത്തിട്ട് അത് ആ ചിക്കൻ കഷ്ണത്തിലൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് അത് ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാക്കി അതിലിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ, ഒന്ന് വേവിച്ചെടുക്കണം. ആ സമയത്ത് നമുക്കിവിടെ ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമുക്ക് വെജിറ്റബിൾസ് ആയിട്ട് ആവശ്യമുള്ളൂ. ഒരു 2 സവാള, 3-4 പച്ചമുളക്, കുറച്ച് ഇഞ്ചി, പിന്നെ കുറച്ച് കറിവേപ്പില അല്ലെങ്കിൽ മല്ലിയില. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മൾ ഓൾറെഡി ഫ്രൈ ആക്കാൻ വെച്ചിരിക്കുന്ന ഒരു പകുതി മുക്കാൽ വേവായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ കാര്യങ്ങൾ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും അതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തേക്ക് കേട്ടോ. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി അതവിടെ ഇരുന്ന് ബാക്കി ഉള്ളിയുടെയൊക്കെ ആ ഒരു വെള്ളത്തിലിരുന്ന് ബാക്കിയും കൂടെ നല്ലപോലെ ഒന്ന് വെന്ത് നല്ലപോലെ ഫ്രൈ ആക്കി കിട്ടണം. പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് 2-3 സോസ് ആവശ്യമുണ്ട്. ഇതിനകത്തേക്ക് കെച്ചപ്പ്, ടൊമാറ്റോ കെച്ചപ്പ് അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് വേണമെങ്കിൽ എടുക്കാം. അത് മാത്രം 2 ടീസ്പൂണും ബാക്കി 3 കാര്യങ്ങളും സോയ സോസും ചില്ലി സോസും റെഡ് ചില്ലി സോസും അതെല്ലാം ഓരോ ടീസ്പൂണും വെച്ച് എടുക്കുക. അങ്ങനെ എടുത്തിട്ട് നമ്മുടെ ഈ റെഡി ആയിരിക്കുന്ന ആ ചിക്കൻ്റെ ഒരു കൂട്ടുണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് അതൊരു അത്യാവശ്യം 3/4 വിച്ചം വേവായിട്ടുണ്ട് ഈ സമയം കൊണ്ട്. അപ്പോൾ നല്ല ഫ്രൈ ആയിട്ടിരിക്കുകയാണ്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സോസ് അതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ചേർത്ത് കൊടുത്തിട്ട് അത് നല്ലപോലെ ഇളക്കുക. നല്ലപോലെ ഇളക്കി എല്ലായിടത്തൊന്നായിട്ട് അത് അന്നത്തേക്ക് ഒരു നല്ലൊരു കളറ് ഒക്കെ ആയിട്ട് നല്ലൊരു രസമായിട്ട് വരും. അപ്പോൾ അങ്ങനെ ഇപ്പോൾ വേണമെങ്കിലും എടുത്തുനിന്ന് കഴിക്കാൻ പറ്റും. ആ ഒരു പരുവത്തിലിരിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നത് ഒരു 2 മിനിറ്റോട് വെച്ച് ഒന്ന് നല്ലപോലെ അതിൻ്റെ ആ കളറൊക്കെ ഒന്ന് വന്ന് അത് മൊത്തത്തിൽ മസാലയുടെ ആ ഒരു സോയ സോസ് അതെല്ലാം അവിടെ എല്ലായിടത്തും ഒന്ന് നല്ല രസമായെന്ന് കണ്ടു കഴിഞ്ഞെങ്കിൽ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചോറുണ്ടല്ലോ അത് ആദ്യം തന്നെ മൊത്തത്തിലിട്ട് കൊടുക്കല്. ഒരു 2-3 നമ്മുടെ തവയ്ക്കകത്ത് ഇട്ട് കൊടുത്തിട്ട് അത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എല്ലായിടത്തും എത്തി അത് ഇച്ചിരി എന്ന് വെച്ചാൽ അതിൻ്റെ ആ കളറ് നല്ലപോലെ എത്തണം കേട്ടോ. അങ്ങനെ നല്ലപോലെ തന്നെ മിക്സാക്കി കൊടുത്തിട്ട് അത് മിക്സായെന്ന് കണ്ടു കഴിയുമ്പോൾ നെക്സ്റ്റ് ട്രിപ്പ് എടുത്തിടണം. അപ്പോൾ അങ്ങനെ നമ്മളുടെ കയ്യിൽ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചോറ് എത്രയാണ് ആവശ്യമുള്ളത് അത്രയും കുറച്ച് 1-2-3 പ്രാവശ്യമായിട്ട് ചേർത്ത് അത് നല്ലപോലെ മിക്സാക്കി കൊടുത്ത് നല്ലപോലെ തന്നെ ഇളക്കിയെടുക്കുക. അല്ലാതെ വെള്ളച്ചോറ് വേറെ കിടക്കല്ല. നല്ലപോലെ തന്നെ ഇച്ചിരി വലിയ ഇങ്ങനെ വീതിയുള്ള പാത്രത്തിൽ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ആവശ്യം പോലെ എടുത്തിട്ട് നല്ലപോലെ നമുക്ക് മിക്സാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ കുഴഞ്ഞും പോകത്തില്ല. അപ്പോൾ അങ്ങനെ റെഡിയാക്കി എടുത്ത ആ ചോറുണ്ടല്ലോ, അപ്പോൾ അത് അവിടെ തന്നെ ഇരുന്നിട്ട് അതൊന്നും കൂടെ ഒന്ന് ചൂടാവും കേട്ടോ. ആ ചോറൊന്ന് ചൂടായി ആവുന്നൊരു സമയത്ത് ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നെയ്യ് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. കുറച്ചും കൂടി ഒരു നല്ല ടേസ്റ്റ് കിട്ടും. അപ്പം ഞാനിവിടെ 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കും. അപ്പോഴത്തേക്കും ആ ചോറെല്ലാം എല്ലാത്തിലും നെയ്യൊക്കെ പിടിച്ച് അതിൻ്റെ ആ ഒരു ഗ്ലേസിംഗ് ഒക്കെ വന്ന് അതിൻ്റെ ആ ടേസ്റ്റ് മൊത്തത്തിൽ മാറും കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊരു പിന്നെ ഒരു 1-2 മിനിറ്റോടെ ഇരിക്കുമ്പോഴത്തേക്കും പിന്നെ ആ ചോറിലും കൂടി അതിൻ്റെ ആ ഒരു സോസിൻ്റെയൊക്കെ കൂടെ ആ കളറൊക്കെ വന്ന് നല്ലൊരു രസമുള്ളൊരു കളറായിട്ട് മാറും ചോറ് തന്നെ. അപ്പോൾ ആ ഒരു സമയത്ത് ഞാനൊരു 1/2 ടീസ്പൂൺ അടുത്ത്, മൊത്തത്തിലില്ല, 1/2 ടീസ്പൂൺ അടുത്ത് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തു. കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുത്താൽ നല്ല അടിപൊളി ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡി. അപ്പോൾ ചിക്കൻ കിട്ടുമ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.